ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ സഹാക്കൾക്ക് കുരു പൊട്ടാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ കണ്ടേക്കാം. കാരണം കാണാതിരിക്കാൻ പറ്റില്ല ഇവിടെ നമ്മൾ എന്താന്ന് വെച്ചാൽ തുറന്നു പറ, വെറുതെ സസ്പെൻസ് ഇടാതെ നടക്കുമ്പോൾ. അപ്പോൾ എല്ലാ സഹാക്കളും ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ക്യൂബൻ യാത്രയിലേക്ക് സ്വാഗതം. ക്യൂബ എന്ന് പറയുന്ന മലയാളികൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷം സജീവമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു രാജ്യമാണ്. ഇത്രയും ലോകവിവരമുള്ള താൻ മണ്ടത്തര കാണിച്ചത്. ഇഷ്ടമുണ്ടെന്ന് മാത്രമല്ല, നമ്മൾ ഏറ്റവും അധികം പിന്തുടരുന്ന ഒരു രാജ്യമാണ് ക്യൂബയും. പക്ഷേ ഇപ്പോഴത്തെ ക്യൂബ എന്ന് പറയുന്നത് ഏതാണ്ട് വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരു രാജ്യമാണ്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വിലപ്പെരുപ്പവും അതുപോലെ തന്നെ പട്ടിണി, ഇവിടെ അവശ്യ സാധനങ്ങളുടെ ലഭ്യതയില്ലായ്മ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് നട്ടം തിരികെയാണ്. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇപ്പോൾ US നിന്നാണ് വന്നിറങ്ങിയത്. വളരെ ചെറിയ പ്രാകൃതാവസ്ഥയിലുള്ള ഒരു എയർപോർട്ടാണ്. ആകെപ്പാട് ഒരു ഫ്ലൈറ്റ് മാത്രമാണ് അവിടെ വന്നിറങ്ങുന്നത് കണ്ടത്, നമ്മുടെ ഫ്ലൈറ്റ് മാത്രം. പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായി. കള്ളൻ, വഞ്ചകൻ. ലോകത്താകെ പോരാടുന്ന മനുഷ്യർക്ക് പ്രചോദനം നൽകുന്ന നാടാണല്ലോ അതിജീവനത്തിന്റെ പ്രതീകമായിട്ടുള്ള ക്യൂബ. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ക്യൂബയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ബീച്ചിലാണ് ഞാനിപ്പോ എത്തിയിരിക്കുന്നത്. അത് ശരി, വഴി കുത്തിരിക്കാൻ പോകാൻ പറ്റി. സാന്തിയാഗോ ദി കുവയിലെ സഖാവ് ഫിദലിന്റെ ശവകുടീരത്തിന് മുന്നിലാണ് ഞങ്ങൾ വിപ്ലവം ആരംഭിച്ചത്. സാന്തിയാഗോ ദി കുവയിൽ ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. പിന്നെ ഏറ്റവും രസകരമായ ഒരു കാര്യം വാഹനങ്ങളാണ്. വാഹനങ്ങളെന്നൊക്കെ പറയുന്നത് ഏറ്റവും പഴയ വാഹനങ്ങളാണ്. പുതിയ വാഹനങ്ങളൊന്നും വാങ്ങിക്കാൻ ഇവിടെ ആർക്കും പൈസ ഇല്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ഒരു സ്ഥലത്തും വെളിച്ചമില്ല, കറണ്ടില്ല, പവർ കട്ടാണ്. 6-7 മണിക്കൂർ പവർ കട്ടാണ് ഒരു ദിവസം. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, ഒരു സ്ഥലത്തും ലൈറ്റ് ഇല്ല. നമ്മളായിട്ട് ക്യൂബയെ കൊച്ചാക്കി സംസാരിക്കരുത്. ഒരു രാജ്യത്തിന്റെ വളർച്ച നിശ്ചയിക്കുന്നത് അവിടുത്തെ വലിയ കെട്ടിടങ്ങളാണെന്ന് ഫിഡൽ കാസ്ട്രോ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു മെഡിക്കൽ ഷോപ്പിലും ഒരു മരുന്ന് പോലുമില്ല. ഹോസ്പിറ്റലിൽ ആള് പോയാൽ മരിച്ച തിരിച്ചു കൊണ്ടുവരുമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ഭരിക്കുന്ന സ്ഥലമാണ്. എങ്ങാനും ഗവൺമെന്റിനെതിരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ 30 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. മീഡിയ എല്ലാം തന്നെ സ്റ്റേറ്റ് ഓൺഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നിങ്ങൾക്ക് മറ്റൊരു വിവരങ്ങളും അറിയാനുള്ള മാർഗമില്ല. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗൈഡ് പറയായിരുന്നു ക്യാപിറ്റലിസ്റ്റ് കാലമായിരുന്നു നല്ലതെന്ന് അദ്ദേഹത്തിന്റെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന അച്ഛനൊക്കെ പറയുന്നുണ്ടെന്നുള്ള കാര്യമാണ്. രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നല്ലതാ, അത് നല്ല ആളുകൾ ചെയ്യുമ്പോൾ. ഇവിടെ മുഴുവൻ നിങ്ങൾക്ക് മാലിന്യങ്ങൾ കാണാം. നമ്മുടെ ഗൈഡ് പറയുന്നത് ഇവിടുത്തെ ഭരണകൂടത്തോടുള്ള ജനങ്ങളൊരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ മാലിന്യങ്ങൾ ഇങ്ങനെ ഇടുന്നതെന്ന്. ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളോക്കിയലി കുളമാക്കണ്ട. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചതിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി, റേഷൻ കിട്ടുന്ന ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ ആയിട്ട് നിൽക്കുന്നത്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. നമ്മുടെ നാട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞപ്പം വാട്ട് എ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു. ഇത്രയും നശിച്ച ഒരു രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം വേണം. അതും ചെയ്യുന്നില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.